ഞാൻ പറയാം പ്രിയരെ, എന്റെ ജഡവും എന്റെ ആത്മാവും ഒരുപോലെ വിശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രമേ എന്നിൽ നിന്നിറങ്ങുന്ന തീയുടെ ഒറിജിനാലിറ്റി നിങ്ങൾ വിശ്വസിച്ചാൽ മതി. സ്തോത്രം. എന്റെ ജഡവും എന്റെ ആത്മാവും ഒരുപോലെ ക്ലിയർ ആണെങ്കിൽ മാത്രമേ എന്നിൽ നിന്ന് വരുന്ന അഗ്നി സ്വർഗീയമാകൂ. പ്രൈസ് ദി ലോർഡ്. കൊരിന്ത് സഭയ്ക്കകത്ത് പ്രവചനമുണ്ട്, കൊരിന്ത് സഭയ്ക്കകത്ത് ഭാഷകളുടെ വ്യാഖ്യാനമുണ്ട്, കൊരിന്ത് സഭയ്ക്കകത്ത് കണ്ണടച്ചാൽ കൃത്യമായ വെളിപ്പാട് കാണുന്ന അഭിഷക്തന്മാരുണ്ട്. പൗലോസ് പറഞ്ഞു, ഇതെല്ലാം ഒന്നാം തരം തട്ടിയിലാണ്. ജഡവും ആത്മാവും ശരിയായാൽ മാത്രമേ ഈ വാഗ്ദത്തങ്ങൾ തുറക്കൂ. നിങ്ങൾക്ക് കുറച്ച് ഭൗതികമായ ദൂത് നൽകി നിങ്ങളുടെ വൈകാരികത ഇളക്കാനൊന്നുമല്ല സഭയ്ക്കകത്ത് നിങ്ങളെ കൊണ്ടുവന്നത്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ആമേൻ, സ്തോത്രം. നിങ്ങളുടെ ഇമോഷണലായിട്ടും മേഖലകളെ ഇളക്കി നിങ്ങളെ ദൂത് പറഞ്ഞ് ഇവിടെ കറക്കാനല്ല, സഭയുമായി നിങ്ങളെ കണക്ട് ചെയ്യിച്ചത് യേശുവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്നത് ദൈവസഭയാണ്, അവന്റെ ശരീരമാണ്. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് അതുവരെ സന്തോഷമാ. ചാടിപ്പിടിക്കട, പിടിച്ചെടുക്കട, റിസീവ് ചെയ്യട, നമ്മളെല്ലാം പറയുന്നത്. ഞാൻ ആമേൻ പരിഹാസപൂർവ്വം പറയല്ല. പക്ഷെ ഞാൻ പറയാം, നിങ്ങൾ എത്ര വലിയ ആളായാലും, നിങ്ങൾ എത്ര വലിയ കൃപാവരപ്രാപ്തരായാലും ദൈവം തന്റെ വ്യവസ്ഥ വിട്ടാണു ഇവിടെ ചലിക്കത്തില്ല. ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു കൺസേൺ കാണിക്കണമായിരുന്നെങ്കിൽ ആദമിനോടും ഹവ്വയോടും കാണിക്കണമായിരുന്നു. അവരെ പോലെ സ്വന്തം വിരലുകൾ കൊണ്ട് മെനഞ്ഞെടുക്കപ്പെട്ടവരാരുണ്ട്? അവരോട് പോലും വിലക്കപ്പെട്ട കനിയിലേക്ക് കൈനീട്ടിയപ്പോ രണ്ടാമതൊരവസരം കൊടുക്കാതെ പറുദീസയുടെ പടിയിറക്കിയെങ്കിൽ ഞാൻ പറയാം, നീ വ്യവസ്ഥ വിട്ട് ഒന്നും ദൈവം നമുക്കായി ചെയ്യില്ല. 500 ദർഹംസ് കൊടുത്ത് ഇവിടുത്തെ ദൈവദാസന്മാരെ സ്വാധീനിക്കാം. പക്ഷെ 5000 കൊടുത്താലും സ്വാധീനിക്കപ്പെടാത്ത അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ള ഒരുത്തൻ മുകളിലുണ്ട്. നിന്റെ പണം കൊടുത്ത് അവനെ സ്വാധീനിച്ച് നിന്റെ വരുതിയിലാക്കാമെന്ന് ശ്രമിക്കരുത്. വ്യവസ്ഥ വിട്ടൊരനുഗ്രഹവും അവൻ ചെയ്യില്ല.